السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുർറഹിമായ അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ടവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അവൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിലും അതുമൂലം ഇഹലത്തിലും പരത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. ജൂതന്മാരെ കുറിച്ചും നസാറാക്കളെ കുറിച്ചുമാണ് പറഞ്ഞു വന്നത്. അവർ പല പല ആവശ്യങ്ങളും നബിയോട് വന്നിട്ട് ആവശ്യപ്പെടാറുണ്ട്. അതിന്റെ നിജസ്ഥിതിയാണ് ഇനി പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസ്വാറാ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. വലൻ തർള അൻക, നബിയെ തങ്ങളെ തൊട്ട് തൃപ്തിപ്പെടുകയില്ല. അൽ യഹൂദു, ജൂതന്മാര് തൃപ്തിപ്പെടുകയില്ല. വലൻ നസാറ, ക്രിസ്ത്യാനികളും തൃപ്തിപ്പെടുകയില്ല. ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ മാർഗത്തോട് നിങ്ങൾ പിന്തുടരുന്നതുവരെ. അവർ പല പല ആവശ്യങ്ങളും നിങ്ങളോട് വന്നിട്ട് ചോദിക്കാറുണ്ട്. ഇത് ചെയ്തു തരണം, അത് കാണിച്ചു തരണം, തെളിവ് വേണം എന്നൊക്കെ. ഈ ചോദിക്കുന്നതൊന്നും സതുദ്ദേശത്തോടു കൂടെയല്ല. അത് നിങ്ങളെ പരീക്ഷിക്കാനും പരിഹസിക്കാനും വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ അനുഗ്രഹത്തിന്റെ ആളാണ് എന്നുള്ളത് അവർക്ക് അറിയുകയും ചെയ്യാം. അതിൽ അവർക്ക് വലിയ അസൂയയുമുണ്ട്. അവരെ തൃപ്തിപ്പെടുത്തുന്ന കാര്യം ഏതെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ ഈ മാർഗം ഒഴിവാക്കിയിട്ട് അവരോട് പിന്തുടരണം. അതേ അവരെ തൃപ്തിപ്പെടുത്തൂ. ഖുൽ, നബിയെ തങ്ങൾ പറയൂ, ഇന്ന ഹുദല്ലാഹി, തീർച്ചയായും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഹുദ, സന്മാർഗം, ഹുവൽ ഹുദ, അത് മാത്രമാകുന്നു സന്മാർഗം. അള്ളാഹു നേർമാർഗം എന്ന് ഏതിനെക്കുറിച്ചാണോ തീരുമാനിച്ചത് അത് മാത്രമേ നേർമാർഗമായിട്ട് അംഗീകരിക്കപ്പെടൂ. ഈ ദീനിനെ കുറിച്ച് അള്ളാഹു ഹിദായത്ത്, ഹുദ എന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് മാത്രമേ ഹുദയുള്ളൂ. ഇതിനോട് വിരുദ്ധമാകുന്നതൊന്നും തന്നെ സന്മാർഗമല്ല. വലയിനിത്തബഅത, നബിയെ തങ്ങൾ പിന്തുടർന്നാൽ, അഹ്വാഅഹും, ആ പറയപ്പെട്ട ജൂതരോടോ ക്രിസ്ത്യാനികളോടോ നിങ്ങൾ പിന്തുടർന്നാൽ, ബഅദല്ലദീ ജാഅക മിനൽ ഇൽമി, നിങ്ങൾക്ക് അറിവിൽ നിന്ന് പലതും വന്നിട്ടുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതിന് ശേഷമായിട്ട് നിങ്ങളുടെ കൈവശമുള്ളത് ഒഴിവാക്കിയിട്ട് അവരുടെ ഇച്ഛയോട് നിങ്ങൾ പിന്തുടർന്നാൽ, മാ ലക, പിന്നെ നിങ്ങൾക്കുണ്ടാവുകയില്ല, മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്, മിൻ വലിയൻ, ഒരു കൈകാര്യകർത്താവ് ഉണ്ടാവുകയില്ല, വലാ നസീറിൻ, ഒരു സഹായം ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള സഹായവും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള തിരുനോട്ടവും അതോടുകൂടെ വിരാമം കുറിക്കപ്പെടും. അള്ളാഹുവിന്റെ റസൂലിനോടാണ് അള്ളാഹു ഈ പറഞ്ഞത്. ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും റസൂലുള്ളയല്ല. കാരണം ഒരിക്കലും റസൂലുള്ളാഹി അവരുടെ ജൂത ക്രിസ്ത്യാനികളുടെ തടീച്ചയോട് പിന്തുടരുന്ന പ്രകൃതക്കാരനല്ല. ഒരിക്കലും അത് ഉണ്ടാവുകയുമില്ല. പിന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നബിയുടെ ഉമ്മത്താണ്. ഉമ്മത്തിനോടാണ്, നബിയോടാണ് പറയുന്നതെങ്കിൽ തന്നെ ഉദ്ദേശിക്കപ്പെടുന്നത് ഉമ്മത്താവുന്നു. ഉമ്മത്തിനോടാണ് പറയുന്നത്. നിങ്ങൾ എന്നെങ്കിലും ഒരു കാലത്ത് ആ എതിരാളികളുടെ ഇച്ഛക്കനുസരിച്ച് നീങ്ങിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള കാവലും അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള സഹായവും ആകുന്നു. അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും, മനസ്സിലാക്കണം. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലദീന, ഒരു വിഭാഗം. എങ്ങനെയുള്ള വിഭാഗമാകുന്നു? ആതൈനാഹുമുൽ കിതാബ, നാം അവർക്ക് കിതാബിനെ നൽകിയിരിക്കുന്നു. അള്ളാഹു പറയുന്നു, ഞാൻ കിതാബ് നൽകിയതായ വിഭാഗം. യത്ലൂനഹു, അവർ അതിനെ ഓതും. ഹഖ്ക തിലാവത്തിഹി, അതിനെ ഓതേണ്ട ക്രമത്തിൽ ഓതും. അതാരാണത്? അത് ഈ ഉമ്മത്തിലെ
മുത്തുനബിയുടെ സമൂഹമാകുന്ന ഉമ്മത്തു മുഹമ്മദിയത്ത്, അവർക്ക് ലഭിച്ച കിതാബ് ഖുർആൻ, അത് അതിന്റെ ഹക്കനുസരിച്ച് അതിന്റെ ക്രമമനുസരിച്ച് അവർ ഓതുന്നവരാകുന്നു. മറ്റൊന്ന്, അഹ്ലി കിതാബികളിൽ നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരവരുടെ കിതാബിനെ അതിന്റെ വിധി അനുസരിച്ച് ഓതുകയും എന്നിട്ട് അതിൽ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ അവർ ബനൂ ഇസ്രായേലിൽ നിന്നുള്ള മുസ്ലിങ്ങളായി തീർന്നു. ഈ രണ്ട് വിഭാഗവും അതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ ക്രമമനുസരിച്ച് ഓതുന്ന ആ വിഭാഗം ഉലായിക യുമിനൂന ബിഹി, അവർ ഈ പറയപ്പെട്ടത് കൊണ്ട്, അള്ളാഹു ഇറക്കിയ കിതാബ് കൊണ്ട് വിശ്വസിക്കുന്നവരാകുന്നു. അതുകൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് വിശ്വസിക്കുന്നവർ അതിൽ പറയപ്പെട്ട കാര്യങ്ങൾ അനുസരിച്ച് തന്നെ നടക്കും, അതിന്റെ ക്രമമനുസരിച്ച് ഓതുകയും ചെയ്യും. മറിച്ച് വമൻ യക്ഫുർ ബിഹി, അതുകൊണ്ട് ആരെങ്കിലും അവിശ്വസിച്ചാൽ, അള്ളാഹു കിതാബ് ഇറക്കി ആ കിതാബിനെ ആരെങ്കിലും അവിശ്വസിച്ചാൽ, ഫഉലായിക, അങ്ങനെയുള്ളവർ, ഹും അവർ, അൽ ഖാസിറൂന, അവരാകുന്നു നഷ്ടപ്പെട്ടവർ. അവരെക്കാൾ നഷ്ടപ്പെട്ടവരായിട്ട് ആരുമില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള കനപ്പെട്ട ഒരു അനുഗ്രഹമാണ് അവന്റെ സമാവിയായ കിതാബ് ലഭിക്കുക എന്നുള്ളത്. ആ കിതാബ് ലഭിച്ചതിന് ശേഷം ആ കിതാബ് അനുസരിച്ച് നടക്കാതെ അതിന് വിരുദ്ധമായിട്ട് നീങ്ങുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യുക എന്നത് ഘനപ്പെട്ട നന്ദികേടാണ്, വലിയ കുഫറാണത്. അങ്ങനെയുള്ള വിഭാഗമാണ് നഷ്ടപ്പെട്ടവരിൽ ഏറ്റവും വലിയ നഷ്ടപ്പെട്ടവർ. ഫഉലായിക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാകുന്നു ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവർ. യാ ബനീ ഇസ്രായീൽ അദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫളൽതുക്കും അലൽ ആലമീൻ. യാ ബനി ഇസ്രായേല, ഓ ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറു, നിങ്ങൾ സ്മരിക്കണം, നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ, അല്ലത്തി അൻഅംതു അലൈക്കും, നിങ്ങളുടെ മേലെ ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളുണ്ട്, കുറച്ചൊന്നുമല്ല. ബനൂ ഇസ്രായേലിന് ചെയ്തു കൊടുത്ത നിഅമത്തുകൾ ഒരുപാടുണ്ട്. ഫിർഔൻ ഇവരെ മൃഗീയമായിട്ട് ഉപദ്രവിച്ചിരുന്നു, അറുകൊല നടത്തിയിരുന്നു. അതിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തുകയും ആ എതിരാളികളെ മുഴുവൻ വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്തതടക്കം ഒരുപാട് നിഅമത്തുകൾ അള്ളാഹു ഇവർക്ക് ചെയ്തിട്ടുണ്ട്. ഓ ബനു ഇസ്രായേലികളെ, ഉദ്കുറു നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കണം. അല്ലത്തി അൻഅംതു അലൈക്കും, ഞാൻ നിങ്ങളുടെ മേൽ ചെയ്ത ആ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം. മറ്റൊന്ന്, വഅന്നി ഫളൽതുക്കും, നിങ്ങളെ ഞാൻ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്, അതും നിങ്ങൾ ഓർക്കണം. അലൽ ആലമീന, നിങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരെക്കാൾ, മറ്റുള്ളവരെക്കാൾ നിങ്ങൾക്ക് ശ്രേഷ്ഠതയും പദവിയും നൽകി. ഇത് വലിയൊരു അംഗീകാരമല്ലേ? ഈ ചെയ്ത നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം. ഓർക്കണം എന്ന് പറഞ്ഞാൽ ഓർത്തിട്ട് അതിന് നന്ദി പ്രകാശിപ്പിക്കണം. അതാണ് നിങ്ങളുടെ കർത്തവ്യം. അത് ചെയ്തില്ലെങ്കിലോ, അള്ളാഹു ചെയ്ത നിഅമത്തിനെ സ്മരിക്കുകയും അതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിലോ, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅൻ വലാ യുഖ്ബലു മിൻഹാ അദ്ൽ വലാ തൻഫഉഹാ ശഫാഅത്തുൻ വലാ ഹും യുൻസറൂൻ. വത്തഖൂ, നിങ്ങൾ ഭയപ്പെടണം. യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. ആ ദിവസത്തിന്റെ സ്വഭാവം എന്താണ്? ലാ തജ്സി നഫ്സുൻ, ഒരൊറ്റ നഫ്സും തന്നെ മതിയാക്കുകയില്ല, അൻ നഫ്സിൻ, മറ്റൊരു നഫ്സിനെ തൊട്ടും, ഷൈഅൻ, യാതൊന്നിനെയും. അവിശ്വാസിയായ ഒരു ശരീരവും അതുപോലുള്ള മറ്റൊരു ശരീരത്തിനും യാതൊരുവിധ ഗുണവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസമാകുന്നു അത്. വലാ യുഖ്ബലു മിൻഹാ, അത്തരം നഫ്സുകളിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല, അദ്ലുൻ, ഒരു നഷ്ടപരിഹാരത്തെ സ്വീകരിക്കപ്പെടുകയില്ല. ഇന്ന് ഈ ലോകത്ത് എന്തെങ്കിലും തെറ്റും കുറ്റമൊക്കെ സംഭവിച്ചാൽ അതിന് മാപ്പ് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് നഷ്ടം, അതിനൊരു ഫൈൻ അടച്ചാലൊക്കെ രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ ആ യൗമുൽ ഖിയാമയിലുള്ള അന്നത്തെ പരിശോധനയിൽ പരാജയപ്പെടുന്നവൻ, അവൻ നഷ്ടപരിഹാരം കൊടുത്തിട്ട് അവൻ ഒഴിവാകാൻ പറ്റുമോ? വലാ യുഖ്ബലു മിൻഹാ, ഒറ്റ നഫ്സിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല. അദ്ലുൻ, നഷ്ടപരിഹാരത്തെ സ്വീകരിക്കപ്പെടുകയില്ല. വലാ തൻഫഉഹ, അത്തരത്തിലുള്ള നഫ്സുകൾക്ക്, ചീത്ത നഫ്സുകൾക്ക് ഉപകാരം ചെയ്യുകയില്ല. ശഫാഅത്തുൻ, യാതൊരുവിധ ശുപാർശയും ഉപകാരം ചെയ്യുകയില്ല. ശുപാർശ ചെയ്യുകയില്ല, ചെയ്താൽ തന്നെ അത് ഉപകരിക്കുകയും ഇല്ല. വലാഹും, അത്തരത്തിലുള്ള ആളുകളല്ല, യുൻസറൂന, അവരെ സഹായിക്കപ്പെടുന്നവരുമല്ല. ചുരുക്കത്തിൽ
എല്ലാവിധ ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ദിവസമാകുന്നു വരാൻ പോകുന്നത്. ഒരു നഫ്സും മറ്റൊരു നഫ്സിന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയോ ചെയ്ത തെറ്റിന് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തിട്ട് ഒഴിവാകാൻ പറ്റുകയോ ആരെങ്കിലും വിളിച്ചിട്ട് ശുപാർശ ചെയ്യിപ്പിക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ ചെയ്ത ശുപാർശയെ സ്വീകരിക്കപ്പെടുകയോ ഏതെങ്കിലും നിലക്കുള്ള ഒരു സഹായം ലഭിക്കപ്പെടുകയോ ഇതൊന്നുമില്ലാത്ത ദിവസമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ അതിന് പരിഹാരം കാണണം. അതിനുള്ള മാർഗമാകുന്നു നിങ്ങൾക്ക് ചെയ്തതായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്മരിക്കുകയും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് അതിന് പരിഹാരം. കഅബ ശരീഫിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആ കഅബയുടെ പശ്ചാത്തലം എന്ന് പറയാം. വഇദ്ബ്തല ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ ഖാല വമിൻ ദുർരിയതി ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ. വഇദ്ബ്തല ഇബ്രാഹീമ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ റബ്ബുഹു തന്റെ നാഥൻ പരീക്ഷിച്ചതായ സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തുകൊള്ളണം. മറക്കാൻ പറ്റാത്തൊരു സംഭവമാണത്. ബി കലിമാത്തിൻ പ്രത്യേകമായ ചില വചനങ്ങൾ കൊണ്ട് പരീക്ഷിക്കലുണ്ടായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പരീക്ഷണം അന്നത്തെ ഭരണാധികാരിയായ നമ്രൂദിന്റെ മൃഗീയമായ ഉപദ്രവം. അത് പര്യവസാനിക്കുന്നത് ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞുകൊണ്ടാണ്. ഒരു പരീക്ഷണം അതായിരുന്നു. മറ്റൊന്ന്, തൻ്റെ ഓമൽ സന്തതിയെ അള്ളാഹു അറുക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. ഇതൊരു പരീക്ഷണമാണ്. ഇങ്ങനെ വിവിധങ്ങളായ പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തൻ്റെ നാഥൻ പരീക്ഷിച്ചതിനെ കുറിച്ച് നിങ്ങൾ സ്മരിക്കണം. ബി കലിമാത്തിൻ വിവിധങ്ങളായ വാക്യങ്ങളെ കൊണ്ട്. ഫഅതമ്മഹുന്ന ആ കലിമത്തുകളെ, ആ പരീക്ഷണങ്ങളെ മുഴുവൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരിപൂർണമാക്കി. അള്ളാഹു എങ്ങനെയാണോ തന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് ആ കാര്യങ്ങളിലൊക്കെ താൻ തൻ്റെ കർമ്മം നിർവഹിച്ചു. അങ്ങനെ വന്നപ്പോൾ ഖാല അള്ളാഹു തആല പറഞ്ഞു, ഇന്നി ജാഇലുക, ഓ ഇബ്രാഹിം നബിയെ, നിങ്ങളെ ഞാൻ ആക്കുന്നു ലിന്നാസി, ജനങ്ങൾക്ക്, ഇമാമൻ, ഇമാമാക്കുന്നു, നിങ്ങൾ ജനങ്ങളുടെ നേതാവാകുന്നു. നിങ്ങളോടാണ് ഇനി ജനങ്ങൾ തുടരേണ്ടത്. അള്ളാഹു അംഗീകാരം നൽകി. അള്ളാഹു ജനങ്ങളുടെ മുഴുവൻ നേതാവായിട്ട് തെരഞ്ഞെടുത്തു. അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് പറഞ്ഞപ്പോൾ ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, വമിൻ ദുരിയത്തി, എന്നെ മാത്രം തെരഞ്ഞെടുത്താൽ പോരാ, എൻ്റെ സന്താനങ്ങളെയും തിരഞ്ഞെടുക്കണം. എൻ്റെ സന്താന പരമ്പരകളെയും നീ നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സജ്ജനങ്ങൾക്ക് മാതൃകയാക്കണം, അവർക്ക് ഇമാമാക്കണം. ഇത് പറഞ്ഞപ്പോൾ ഖാല അല്ലാഹു തആല പറഞ്ഞു, ലാ യനാലു അഹ്ദി, എൻ്റെ ഈ തീരുമാനം അത് എത്തുകയില്ല, അൽ-ളാലിമീന, അക്രമികൾക്ക് എത്തുകയില്ല. നിങ്ങളുടെ സന്താന പരമ്പരയിൽ നല്ലവരുണ്ട്. ആ നല്ലവർക്ക് ഈ പറയപ്പെട്ട പദവി ലഭിക്കും. ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും തുടർന്ന് യാക്കൂബ് നബിയും യൂസുഫ് നബിയും, അങ്ങനെ വരുന്ന പരമ്പര മുഴുവൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഈ ദുആഇന്റെ ഫലമായിട്ട് അള്ളാഹു ആദരിച്ച മഹാന്മാരാണ്. എന്നാൽ ആ കൂട്ടത്തിൽ, ആ പരമ്പരയിൽ നല്ലവരല്ലാത്തവരുണ്ട്. അവർക്ക് ഈ പറയപ്പെട്ട സ്ഥാനം ലഭിക്കുകയോ അവർക്ക് ആദരണീയമായ ഇമാമത്ത് പദവി ലഭിക്കുകയോ അത് ഇല്ല. അള്ളാഹു അന്ന് തീർത്തു പറഞ്ഞു, ലാ യനാലു അഹ്ദി, എൻ്റെ ഈ പറയപ്പെട്ട കരാറ് അൽ-ളാലിമീന, അക്രമികളായ വിഭാഗത്തിന് ലഭിക്കുകയില്ല. വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ ത്വഹിറാ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഇത് ജഅൽന, നാം ആക്കിയതായ സന്ദർഭത്തെ നിങ്ങൾ ഓർത്തുകൊള്ളണം. അൽ ബൈത്ത, കഅബ ഷരീഫിനെ ആക്കി, മസാബത്തൻ, മടങ്ങാനുള്ള സ്ഥലമാക്കി.
കഅബ ഷരീഫ് ഒരു മടക്ക സ്ഥലമാണ്. ധാരാളം തെറ്റ് ചെയ്തവർ അവിടേക്ക് വന്നിട്ട് അള്ളാഹുവോട് മാപ്പ് അപേക്ഷിച്ചാൽ അള്ളാഹു അവരെയൊക്കെ യൗമ വലദത്തുഹു ഉമ്മുഹു, അവനെ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ ശുദ്ധനാക്കുമെന്നുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് മടങ്ങാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കഅബ ഷരീഫ്. കഅബ ഷരീഫിനെ നാം ആക്കി മസാബത്തൽ ലിന്നാസി, ജനങ്ങൾക്ക് മടങ്ങാനുള്ള സ്ഥലമാക്കിയിരിക്കുന്നു. അമ്നൻ, നിർഭയത്വം നൽകുന്നതായ സ്ഥലവുമാക്കിയിരിക്കുന്നു. ആ സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്, മറ്റ് സ്ഥലങ്ങളെ പോലെയല്ല. എന്താ പ്രത്യേകത? ഒരു കൊല ചെയ്യപ്പെടാൻ അർഹതയുള്ള ആളാണെങ്കിൽ തന്നെ അയാളെ ആ ഭൂമിയിൽ വെച്ചിട്ട് കൊല ചെയ്യപ്പെടാൻ പാടില്ല. ഒരുത്തൻ മറ്റൊരുത്തനെ കൊല ചെയ്തു, എന്നാൽ അതിന്റെ പകരത്തിൽ ഇവനെ കൊല്ലാൻ നിയമമുണ്ട്. പക്ഷേ ഹറമിൽ വെച്ച് കൊല്ലില്ല. അത് പഴയ കാലത്തുമില്ല, ഇക്കാലത്തുമില്ല, എക്കാലത്തുമില്ല. അത് അമ്നിന്റെ സ്ഥലമാകുന്നു. അവിടെയുള്ള മൃഗങ്ങളെ വേട്ടയാടപ്പെടാൻ പാടില്ല, അവിടുത്തെ പക്ഷികളെ പിടിക്കപ്പെടാൻ പാടില്ല. ഇങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ആ നാട് അമ്നാകുന്നു, നിർഭയത്വമുള്ള നാടാകുന്നു. ഇങ്ങനെ ആക്കിയതായ സന്ദർഭത്തെ നിങ്ങൾ ഓർത്തുകൊള്ളണം. വത്തഹിദു, നിങ്ങൾ ആക്കണം മറ്റുള്ളവരോട്, ജനങ്ങളോട് അള്ളാഹുവിന്റെ നിർദ്ദേശം. മഖാമി ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമിൽ നിന്ന് നിങ്ങൾ മുസല്ലയാക്കണം. ഇബ്രാഹിം മഖാമിന്റെ അടുത്ത് നിന്നുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. തവാഫ് കഴിഞ്ഞതിന് ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ സുന്നത്ത് എവിടെ വെച്ച് നിസ്കരിച്ചാലും ആ സുന്നത്തിന്റെ കൂലി കിട്ടും. പക്ഷെ അതിന്റെ ഏറ്റവും ശറഫാക്കപ്പെട്ട സ്ഥലം അത് ഇബ്രാഹിം മഖാമിന്റെ പിന്നിലാകുന്നു. അവിടെ നിസ്കരിച്ചാൽ അതിന് പ്രത്യേകമായ പദവിയാകുന്നു. ആ പദവി മറ്റു സ്ഥലത്ത് നിസ്കരിച്ചാലില്ല. എന്താണ് ഇബ്രാഹിം മഖാം? കഅബാലയത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തുന്ന സമയത്ത് താൻ ഒരു കല്ലിൽ കയറി നിന്നിരുന്നു. ആ കല്ല് തൻ്റെ ആവശ്യമനുസരിച്ച് മേലോട്ട് ഉയരുകയും അത് താഴേക്ക് വരികയും പിന്നെയും ഉയരുകയും താഴുകയും ചെയ്തു. ഇങ്ങനെ ലിഫ്റ്റിന്റെ, ക്രെയിനിന്റെ ഒക്കെ പ്രവർത്തനം നടത്തിയിരുന്നത് ആ കല്ലായിരുന്നു. അത്ഭുതകരമായ കല്ല്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അനുഗ്രഹീതമായ പാദം സ്പർശിച്ച് അനുഗ്രഹീതമായ കല്ലാണ്. ഇന്ന് കഅബാലയത്തിന്റെ കിഴക്ക് ഭാഗത്ത് ചില്ലിന്റെ കൂട്ടിൽ അതിങ്ങനെ കാണാൻ നമുക്ക് കഴിയും. ആ കല്ലിൽ കാലിങ്ങനെ പതിഞ്ഞതായ അടയാളം. ഒരു ചളി കുറച്ച് ഉറച്ചാൽ അതിൽ ചവിട്ടിയാൽ ഇങ്ങനെ താഴുമല്ലോ, എന്നതുപോലെ ഇങ്ങനെ താഴ്ന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമുക്കൊക്കെ അത് കാണാനും ഈ പറയപ്പെട്ട മഖാമിൽ നിസ്കരിക്കാനുമുള്ള തൗഫീഖ് നൽകട്ടെ. അഹിദിന, നാം കരാറ് ചെയ്തു, ഇലാ ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക്, ഖലീലുല്ലാഹി അല്ലേ ഇബ്രാഹിം നബിയിലേക്ക്, ഇസ്മായില, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോടും നാം കരാറ് ചെയ്തു. എന്താ കരാറ്? അൻ ത്വഹിറ, നിങ്ങളുടെ ഇരുവരും ശുദ്ധീകരിക്കണം. ബൈത്തി, എന്റെ ഭവനത്തെ നിങ്ങൾ ശുദ്ധീകരിക്കണം. ഇടക്കാലത്ത് അനധികൃതമായിട്ട് അവിടെ ചില പ്രതിമകളൊക്കെ കടന്നുകൂടിയിരുന്നു. ചിലരവിടെ പ്രതിമകളെ വെക്കുകയും അതിന് സുജൂദ് ചെയ്യുകയും ഇബാദത്ത് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം അവിടെ ഇടക്കാലത്ത് കടന്നു വന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും മകനോടും അള്ളാഹു തആല കൽപ്പിച്ചു, എന്റെ ഭവനത്തെ നിങ്ങൾ ശുദ്ധിയാക്കണം. അവിടെ ഇനി ഇത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ല. ലി ത്വായിഫീന, തവാഫ് ചെയ്യുന്നവർക്ക്. തവാഫ് എന്ന ഒരു പ്രത്യേകമായ അമലുണ്ട്. അത് ലോകത്തൊരൊറ്റ സ്ഥലത്ത് മാത്രമേ നടക്കൂ. നിസ്കാരം ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് നിർവഹിക്കാൻ പറ്റും. നോമ്പനുഷ്ഠിക്കലും സക്കാത്ത് കൊടുക്കലും അത്തരം കാര്യങ്ങളൊക്കെ ലോകത്ത് എവിടെയും വെച്ച് നിർവഹിക്കാൻ പറ്റുമെങ്കിൽ ഈ തവാഫ് ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ പറ്റൂ. അത് കഅബാലയത്തെ ചുറ്റിക്കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. കഅബാലയത്തെ ഇടതു ഭാഗത്താക്കിക്കൊണ്ട് ഹജറുൽ അസ്വദിന്റെ മൂല മുതൽ തുടങ്ങിയിട്ട് ആ ഹജറുൽ അസ്വദിന്റെ മൂല വരെ എത്തിയാൽ ഒരു ചുറ്റ്, ഇങ്ങനെയുള്ള 7 ചുറ്റിയാലാണ് ഒരു തവാഫ്. ആ തവാഫ് ഹജ്ജിന് നിർബന്ധമാണ്, ഉംറക്ക് നിർബന്ധമാണ്. നിർബന്ധമല്ലാത്ത സുന്നത്തായ തവാഫുമുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ, ഒരുപാട് ആളുകൾ എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ സമീപ ഭാവിയിൽ ഈ നല്ല സ്ഥലത്തേക്ക് എത്തിക്കണേ റബ്ബേ. വൽ ആകിഫീന, അതുപോലെ ഇഅ്തികാഫ് ഇരിക്കുന്നവർക്ക്. അക്കഫ എന്ന് പറഞ്ഞാൽ താമസിച്ചു എന്നർത്ഥം. അവിടെ ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ നിൽക്കുക, കെടുക്കുക, ഇതൊക്കെ ഇഅ്തികാഫിൽ പെട്ടു. എന്തെങ്കിലും ഇബാദത്ത് ചെയ്യുക, ഖുർആൻ ഓതുക, അല്ലെങ്കിൽ ദിക്ർ അല്ല, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക, ഇതൊക്കെ ഇഅ്തികാഫിൽ പെട്ടു. അങ്ങനെ ചെയ്യുന്നവർക്കും റുക്കൂഅ് സുജൂദി പോലൊക്കെ ചെയ്യുന്ന നിസ്കാരക്കാർക്കും. അപ്പോ
അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായ തവാഫ്, ഇഅ്തികാഫ്, നിസ്കാരം, അതിലെ റുക്കൂഅ്, സുജൂദ് ഇവകളൊക്കെ നിർവഹിക്കുന്നവർക്ക്, നല്ലവർക്ക്, നല്ല വിശ്വാസികൾക്ക് ആ കഅബാലയത്തെ നിങ്ങൾ വൃത്തിയാക്കി കൊടുക്കണം. അവിടെ ഇനി ഇബാദത്ത്, അനധികൃതമായ ഇബാദത്ത് നടക്കാൻ പാടില്ല. അവിടെ ശരിയായ ഇബാദത്ത് മാത്രമേ നടക്കാൻ പാടുള്ളൂ. ആ രൂപത്തിൽ അതിനെ നിങ്ങൾ വൃത്തിയാക്കി കൊടുക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുകയുണ്ടായി. എന്നിട്ട് ഇബ്രാഹിം നബിയും തന്റെ മകനായ ഇസ്മായിൽ നബിയും കൂടിയിട്ട് ആ കഅബാലയത്തെ പടുത്തുയർത്തി അതിനെ പരിപൂർണമാക്കുകയും ചെയ്തു. അല്ലോ, ആ സ്മരണയല്ലേ ഈ ഹജ്ജ് വേളയിലും അതുപോലെ ഉംറ ചെയ്യുമ്പോഴും ഇവിടെ തവാഫ് ചെയ്യുമ്പോഴുമൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. അർഹമുർറാഹിമായ അള്ളാഹു അതിന് നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا وَارْزُقْ أَهْلَهُ مِنَ الثَّمَرَاتِ مَنْ آمَنَ مِنْهُمْ بِاللَّهِ وَالْيَوْمِ الْآخِرِ قَالَ وَمَنْ كَفَرَ فَأُمَتِّعُهُ قَلِيلًا ثُمَّ أَضْطَرُّهُ إِلَى عَذَابِ النَّارِ وَبِئْسَ الْمَصِيرُ. വഇദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതായ സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തു നോക്കണം. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിക്കുകയും സംഭവ ബഹുലമായ പല കാര്യങ്ങളും നിർവഹിക്കുകയും ചെയ്ത ഖലീലുല്ലാഹിയുടെ ചരിത്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്നത്. ഈ ദീന് സത്യദീനാണെന്ന്, ഈ റസൂലുള്ള യഥാർത്ഥ റസൂലാണെന്നതിന്, ഈ റസൂല് പറയുന്ന അള്ളാഹു ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവാണെന്നതിന്, ഈ ഖുർആൻ അത് യാഥാർത്ഥ്യമാണെന്നതിനൊക്കെ തെളിവാണ് ഈ പറയുന്നത്. ഈ പറയുന്ന ചരിത്രങ്ങളൊക്കെ അറിയുന്ന അഹ്ലി കിതാബികൾ ജീവിക്കുന്ന, അവര് മുഴുവൻ വീക്ഷിക്കുന്ന രംഗത്താണ് ഈ പറയുന്നത്. എന്തെങ്കിലും ഒരു തെറ്റ്, കുറ്റം ഇതിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരുവർക്കും കഴിഞ്ഞിട്ടില്ല. അത് തന്നെ തെളിവല്ലേ ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന്. ഈ റസൂല് അള്ളാഹുവിനാൽ അയക്കപ്പെട്ട റസൂലാണെന്നതിന്, ഈ റസൂൽ ഓതിക്കേൽപ്പിക്കുന്ന ഖുർആൻ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണെന്ന്. അതാണ് ആ നിലക്കുള്ള ബന്ധം. വഇദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതായ സന്ദർഭത്തെ നിങ്ങൾ സ്മരിക്കൂ. റബ്ബി, എന്റെ പടച്ചവനെ, ഇജ്അൽ ഹാദ, ഈ നാടിനെ നീ ആക്കണം, ബലദൻ ആമിനൻ, അമ്ന് നൽകുന്ന, നിർഭയത്വം നൽകുന്ന നാടാക്കണം, മറ്റു നാടുകളെ പോലെ ആക്കരുത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ദുആയുടെ ഫലമായിട്ടാണ് ഈ നാടിന് ഈ പറയപ്പെട്ട അമ്ന്, വിശ്വസ്തത എന്നുള്ള പദവി ലഭിച്ചത്. മാത്രമല്ല വർസുഖ് അഹ്ലഹു, ഇതിന്റെ അഹ്ലുകാർക്ക്, ഇവിടുത്തെ താമസക്കാർക്ക് നീ നൽകണം, മിനസ്സമറാത്തി, പഴവർഗ്ഗങ്ങളിൽ നിന്ന് നൽകണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയായിരുന്നു അത്. അഥവാ മൻ ആമന മിൻഹും ബില്ലാഹി, അവരിൽ നിന്ന് അള്ളാഹുവെ കൊണ്ട് വിശ്വസിക്കുന്നവർക്ക് സമറാത്തിനെ, പഴവർഗ്ഗങ്ങളെ നീ നൽകണം. വൽ യൗമിൽ ആഖിരി, അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് നീ നൽകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ നാടിന് വേണ്ടിയിട്ടും ആ നാട്ടിൽ വസിക്കാൻ പോകുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടിയിട്ടും ദുആ ചെയ്തു. അള്ളാഹു റഹ്മാനല്ലേ, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഈ ലോകത്ത് ഗുണം ചെയ്യുന്നവനല്ലേ. ഖാല, അള്ളാഹു തആല പറഞ്ഞു, വമൻ കഫറ, അവിശ്വാസികളായ വിഭാഗത്തിനും ഇതൊക്കെ നൽകും. ഇവിടെ അബൂജഹൽ ജീവിച്ചിരുന്നു, ഉത്ബത്ത്, ഷൈബത്ത് തുടങ്ങിയിട്ടുള്ളവർ ജീവിച്ചിരുന്നു. അവർക്കും ഈ പറയപ്പെട്ട ആനുകൂല്യങ്ങളും സുഖങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അവിശ്വാസികൾക്കും നൽകും. അവരെ പറ്റി പറയാനുള്ളത് ഫൗമത്യുഹു, അവന് നാം സുഖം നൽകും, ഖലീലൻ, കുറച്ചു കാലം. അവർക്ക് ഈ ലോകത്തുള്ള കുറച്ചു കാല സുഖമല്ലേ ഉള്ളൂ, പിന്നീട് അവർക്ക് ദുരിതമല്ലേ. തുമ്മ അൽത്തറുഹു, പിന്നെ അവനെ ഞാൻ ഞെരുക്കും, ഇല അദാബിന്നാരി, നരകത്തിന്റെ അദാബിലേക്ക്. ഇൽത്തറ എന്ന് പറഞ്ഞാൽ കുടുക്കി ഞെരുക്കിയിട്ട് എത്തിക്കും. അപ്പൊ അവിശ്വാസിയായ മനുഷ്യന് ഈ ലോകത്ത് സുഖമൊക്കെ നൽകും, എന്നിട്ടോ അവനെ അദാബുന്നാറിലേക്കാണ് നാം പിടിച്ച് വലിച്ച് ഞെരുക്കിയിട്ട് എത്തിക്കുക. ആ നരകത്തിന്റെ അവസ്ഥയോ ബിസൽ മസീർ, ആ മടക്ക സ്ഥലത്തിന്റെ വർഗം വളരെ ചീത്തയാകുന്നു, വളരെയേറെ ദുരിതം നിറഞ്ഞതാകുന്നു. നരകത്തെക്കുറിച്ച് വർണ്ണിക്കാൻ കഴിയാത്ത അത്ര, എത്ര മോശമാണെന്ന് വർണ്ണിച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ല, അത്ര മോശപ്പെട്ട ഭവനമാകുന്നു ആ നരകം. അതുകൊണ്ട്
അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടാവണം ജീവിക്കുന്നത്. ആ ദിവസത്തിന്റെ കാഠിന്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ ദിവസം വളരെയേറെ കടുപ്പം കൂടിയതാകുന്നു, വളരെയേറെ വിഷമമുള്ളതാകുന്നു. ആ ദിവസത്തിൽ ഒരു ശരീരവും, ഒരു അവിശ്വാസിയായ ശരീരവും മറ്റൊരു ശരീരത്തിന് എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുകയോ, ആരുടെയെങ്കിലും ഭാഗത്തിൽ നിന്ന് ഒരു നഷ്ടപരിഹാരം സ്വീകരിക്കപ്പെടുകയോ, ആരുടെയെങ്കിലും ശുപാർശ സ്വീകരിക്കപ്പെടുകയോ, ഏതെങ്കിലും നിലക്കുള്ള സഹായം ലഭിക്കുകയോ ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ദിവസമാണ് ആ ദിവസം. ആ ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ദിവസത്തിന്റെ നരകത്തെ പറ്റിയാണ് പറഞ്ഞത്. വളരെ മോശം. അർഹമുർറാഹിമായ അള്ളാഹു ആ നരകത്തിൽ നിന്ന്, അതിലേക്ക് എത്തുന്ന കാരണങ്ങളിൽ നിന്ന് നമ്മയെല്ലാം രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.